നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെതിരെയുള്ള വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിലേറിയ ആളുകൾക്ക് ആരാധനാലയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് ലജ്ജിക്കുന്ന പ്രവണതയാണ് അവർ വളർത്തിവെച്ചതും എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. 11,600 കോടി രൂപയുടെ പദ്ധതികൾ അനാച്ഛാദനം ചെയ്ത ശേഷം അസമിലെ ഗുവാഹത്തിയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ വിമർശനം ഉയർത്തിക്കാണിച്ചത്. അതിനോടൊപ്പം തന്നെ അസമിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാചാലനായിട്ടുണ്ട്. 10 വർഷത്തിനുള്ളിൽ അസമിൽ സമാധാനം തിരികെ എത്തിയെന്നും 7,000-ലധികം ആളുകളാണ് ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്തിയതെന്നും മോദി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ റെക്കോർഡ് എണ്ണം വിനോദസഞ്ചാരികൾ അസം സന്ദർശിച്ചു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നു. അസമിൽ കോൺഗ്രസിന്റെ നില പരുങ്ങലിൽ നിൽക്കവേ തന്നെയാണ് മോദിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ ശക്തമായ വാക്പോര് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ തുടർന്ന് ഉണ്ടായത്. എന്തായാലും കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ ആവേണ്ടിയിരുന്ന അതേ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ് ഇപ്പോൾ അവിടെ BJPയുടെ മുഖ്യമന്ത്രിയും മോദിയുടെ പിൻഗാമിയുമായി പോലും വിലയിരുത്തപ്പെട്ടുകൊണ്ട് അതിരൂക്ഷമായി തന്നെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് മോദിയുടെ ഭാഗത്തു നിന്നുകൂടി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ് പടിയിറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റിൽ നിന്നും അതിർത്തി പ്രദേശമാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെയൊക്കെ വികസനത്തിന്റെ കാര്യത്തിൽ വല്ലാതെ അവഗണിച്ചിരുന്ന ഒരു സർക്കാരായിരുന്നു നേരത്തെ നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവിടെ സ്ഥിതി ആകെ മാറിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ പോലും ടൂറിസം വലിയ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു മാറ്റം അത് അവരുടെ രാഷ്ട്രീയത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും മറ്റും BJPക്ക് ഏറി വരുന്ന ഒരു പ്രിയം. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് പോലും ധാരാളം ആളുകൾ, യുവ നേതാക്കൾ ഉൾപ്പെടെ കൂട്ടമായി BJPയിലേക്ക് എത്തിയതും. ന്യൂസ് ഡെസ്ക് മലയാളം.